നമസ്കാരം. മിഡേസ് ടവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മരുന്ന് വ്യവസായം നിയന്ത്രിക്കുന്നതിന് പുതിയ നിയമവുമായി UAE. മരുന്നുൽപാദനത്തിന്റെയും വിൽപ്പനയുടെയും സുരക്ഷയും നിലവാരവും ഉറപ്പുവരുത്തും. ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും നിയമം ബാധകം. സൗദിയിൽ പൊതുമുതൽ നശിപ്പിച്ചാൽ കടുത്ത പിഴ. റോഡ്, വെള്ളം, ഇലക്ട്രിസിറ്റി എന്നിവ പരിധിയിൽ 1 ലക്ഷം റിയാൽ വരെ പിഴ. അറ്റകുറ്റപ്പണി ചെലവുകളും ഈടാക്കും. റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നവർക്കും പൊതുയിടങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കും ശിക്ഷ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് നാളെ ഉണ്ടായേക്കും. കേസ് റിയാദ് കോടതി പരിഗണിക്കും. നാളെ പ്രതീക്ഷിക്കുന്നത് വധശിക്ഷ റദ്ദ് ചെയ്തതിനു ശേഷമുള്ള സുപ്രധാന ഉത്തരവ്. ഒമാനിലെ ബർക്കയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ആവശ്യം ശക്തം. ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ചെയർമാൻ രക്ഷിതാക്കൾ കത്ത് നൽകി. രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിക്കുമെന്ന് അധികൃതർ. തടസ്സമാകുന്നത് കെട്ടിടം ഏറ്റെടുക്കുന്നതിലെ കാലതാമസം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് നാളെ റിയാദ് കോടതി പരിഗണിക്കും. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദ് ചെയ്ത് കോടതി ഉത്തരവിറങ്ങിയതിനു ശേഷമുള്ള ഉത്തരവാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3 തവണയായി കേസ് മാറ്റിവെച്ചിരുന്നു. റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്ത് കോടതി ഉത്തരവിറങ്ങിയതിനു ശേഷമുള്ള സുപ്രധാന ഉത്തരവാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. രാവിലെയാണ് സിറ്റിംഗ്. പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. റഹീം കേസിന്റെ നടപടികൾ ഇന്ത്യൻ എംബസിയും റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുബൂരും പ്രതിഭാഗം വക്കീലുമാണ് പിന്തുടരുന്നത്. ഈ മാസം 12-ന് നടക്കേണ്ടിയിരുന്ന സിറ്റിംഗ് സാങ്കേതിക തടസ്സങ്ങൾ മൂലം കോടതി നീട്ടിവെക്കുകയായിരുന്നു. റഹീമിന്റെ കേസിൽ കൊലപാതകത്തിനുള്ള ജയിൽ ശിക്ഷയും കോടതി വിധിച്ചേക്കും. ഇക്കാര്യത്തിൽ നാളെ വ്യക്തത വരൂ. ജയിൽ ശിക്ഷ വിധിച്ചാലും നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിനാൽ റഹീമിന് മോചിതനാകാം. നാളത്തെ സിറ്റിൽ ഇതെല്ലാം തീർപ്പാക്കി ഉത്തരവിന്റെ പകർപ്പ് ഗവർണറേറ്റിലേക്കും ജയിലിലേക്കും നൽകും. ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പാസ്പോർട്ട് വിഭാഗം ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും. ഏതാനും ദിവസങ്ങൾ ഇതിനെടുത്തേക്കുമെന്നാണ് കരുതുന്നത്. റഹീമിന്റെ മടക്കയാത്രക്കുള്ള രേഖകൾ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. 2006 ഡിസംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. തുടർന്ന് 18 വർഷത്തോളം നീണ്ട ശ്രമത്തിലായിരുന്നു മോചനത്തിലേക്കുള്ള വഴികൾ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മരുന്ന് വ്യവസായ മേഖലയിൽ പുതിയ നിയമം കൊണ്ടുവന്ന് UAE. മരുന്നുൽപാദനം, ഫാർമസി ബിസിനസ് തുടങ്ങിയവയുടെ സുരക്ഷയും നിലവാരവും ഉറപ്പുവരുത്തുന്നതാണ് നിയമം. നിയമലംഘകർക്ക് കടുത്ത ശിക്ഷയും അനുശാസിക്കുന്നുണ്ട്. മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, രജിസ്ട്രേഷൻ, വിലയിടൽ, ഇറക്കുമതി, കയറ്റുമതി എന്നിങ്ങനെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം. ഫാർമസി ജോലി, ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയുടെ സുരക്ഷയും നിലവാരവും ഉറപ്പുവരുത്താനും നിയമം ലക്ഷ്യമിടുന്നു. ഫ്രീ സോൺ അടക്കം രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും നിയമം പ്രാബല്യത്തിൽ വരും. ഫാർമസികൾ, മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾ, ബയോ ബാങ്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ കൺസൾട്ടിംഗ് കമ്പനികൾ, ലബോറട്ടറികൾ തുടങ്ങിയവയെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും. ഔഷധ ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്കും നിയമം ബാധകമാകും. നിയമലംഘനമുണ്ടായാൽ കനത്ത പിഴയാണ് ഒടുക്കേണ്ടി വരിക. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് 5 ലക്ഷം ദിർഹം വരെയും മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് 10 ലക്ഷം ദിർഹം വരെയും പിഴ ചുമത്താനുള്ള വകുപ്പുകളുണ്ട്. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനും താൽക്കാലികമായോ സ്ഥിരമായോ അടച്ചിടാനും ബന്ധപ്പെട്ട അതോറിറ്റിക്ക് അനുമതിയുണ്ടായിരിക്കും. മീഡിയ 1, അബുദാബി. സൗദിയിൽ പൊതുമുതലുകൾ നശിപ്പിക്കുന്നവർക്ക് ശിക്ഷ കടുപ്പിച്ച് മന്ത്രാലയം. പൊതുയിടങ്ങളായ റോഡുകൾ, വെള്ളം, വൈദ്യുതി, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ നശിപ്പിച്ചാൽ 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. പൊതുസ്വത്തുക്കളുടെ സംരക്ഷണവും ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ശിക്ഷ കടുപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. പൊതു സ്വകാര്യ സംരക്ഷണ നിയമപ്രകാരം അവതരിപ്പിച്ച ബില്ലിലാണ് കടുത്ത പിഴയുൾപ്പെടെ ശിക്ഷ വിഭാവനം ചെയ്യുന്നത്. റോഡുകൾക്ക് കേടുപാട് വരുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക, ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയോ മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. ഇതിനു പുറമെ അറ്റകുറ്റപ്പണി ചെലവുകൾ ഉൾപ്പെടെയുള്ള എല്ലാ നാശനഷ്ടങ്ങൾക്കും നിയമലംഘകർ നഷ്ടപരിഹാരം നൽകണം. നിയമലംഘകരിൽ നിന്നും പണം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ രാജ്യത്തെ റവന്യൂ നിയമപ്രകാരം നിയമപരമായ മാർഗങ്ങളിലൂടെ ചിലവുകൾ തിരിച്ചുപിടിക്കുന്നതിനും നിയമം അനുവാദം നൽകുന്നുണ്ട്.
പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മണ്ണ് പോലുള്ള അപകടകരമായ വസ്തുക്കൾ ഉപയോഗിച്ച് പൊതു റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തികൾക്ക് 3000 റിയാൽ പിഴ ചുമത്തും. വെള്ളം, വൈദ്യുതി മീറ്ററുകൾ, പൊതു ടെലിഫോൺ ഉപകരണങ്ങൾ, റെയിൽവേ എന്നിവയിൽ കൃത്രിമം കാണിക്കുന്നവർക്കും 3000 റിയാലിൽ കുറയാത്ത പിഴ ചുമത്തും. പൊതു ഇടങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നത് 2000 റിയാൽ വരെ പിഴ ലഭിക്കുന്നതിന് കാരണമാകുമെന്നും പുതുക്കിയ നിയമാവലി വിവരിക്കുന്നുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ആശയവിനിമയ വിവരസാങ്കേതിക മേഖലയിൽ കൈകോർത്ത് ഒമാനും ഫലസ്തീനും. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലെ അനുഭവങ്ങളും വൈദഗ്ധ്യവും കൈമാറുന്നതിനായി ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളിലെയും കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയങ്ങളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ആശയവിനിമയം, വിവരസാങ്കേതിക രംഗങ്ങളിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ധാരണാപത്രം ലക്ഷ്യം വെക്കുന്നത്. രണ്ടു രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ ഒപ്പുവച്ച ഈ കരാറിന് പിന്നാലെ ആശയവിനിമയ IT മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തമ്മിൽ വാണിജ്യ പങ്കാളിത്തം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിലും കാര്യമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഒമാൻ ഗതാഗത, വാർത്താവിനിമയ, ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി ഹമൂദ് അൽ മാവേലി പറഞ്ഞു. ഫലസ്തീനിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ എക്കോണമി മന്ത്രി ഡോക്ടർ അബ്ദുൾ റസാഖ് അൽ നദ്ഷയും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് ഒമാനൈസേഷൻ നടപ്പിലാക്കുന്നതിൽ കൂടുതൽ സ്വദേശികൾ ജോലി അന്വേഷിക്കുന്ന മേഖലകളിൽ ഒന്നാണ് IT. സ്വദേശിവൽക്കരണം നടപ്പിലാക്കി തുടങ്ങിയതോടെ IT മേഖലയിലെ സ്വദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി മന്ത്രാലയം പറയുന്നുണ്ട്. 49.1% പ്രവാസി തൊഴിലാളികൾ കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് 62.02% ഉയർന്നിട്ടുണ്ട്. നിലവിൽ പ്രവാസി തൊഴിലാളികൾ 37.98% മാത്രമാണ് ഈ രംഗത്തുള്ളത്. മീഡിയ 1, മസ്കത്ത്. ഒമാനിലെ ബർക്കയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന ആവശ്യം ശക്തമാക്കി രക്ഷിതാക്കൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ചെയർമാൻ ശിവകുമാർ മാണിക്യത്തിന് രക്ഷിതാക്കൾ ഹർജി നൽകി. രക്ഷിതാക്കളുടെ ആവശ്യം ഗൗരവപരമായി തന്നെ പരിഗണിക്കുന്നതായി BDOD ചെയർമാൻ പറഞ്ഞു. ബർക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചിരകാല ആവശ്യമായിരുന്നു ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടപടിക്രമങ്ങൾ വളരെ മുൻപേ ആരംഭിച്ചെങ്കിലും ബിൽഡിംഗ് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമ നടപടികൾ കാരണം സ്കൂൾ എന്ന സ്വപ്നം അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. സമീപകാലത്ത് വിഷയവുമായി സംബന്ധിച്ചുണ്ടായ കോടതി വിധികൾ ബർക്കയിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന സ്വപ്നം എന്നേക്കുമായി ഇല്ലാതാക്കുമോ എന്നതാണ് ബർക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആശങ്ക. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 100 കണക്കിന് രക്ഷിതാക്കൾ ഒപ്പിട്ട ഭീമൻ ഹർജി BOD ചെയർമാന് സമർപ്പിച്ചത്. ബർക്കയിലെ രക്ഷകർത്താക്കൾ കുട്ടികളെയൊക്കെ മുലദ്ദ മുതൽ സീബ് വരെയുള്ള മുലദ്ദ, സീബ്, മൊബൈല തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികളെയൊക്കെയാണ്. അവിടെയൊക്കെ അടുത്ത വർഷത്തേക്ക് ഇനിയിപ്പോൾ കൂടുതൽ കുട്ടികൾ വന്നാൽ അവിടെയൊന്നും അഡ്മിഷൻ കിട്ടാനൊക്കാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർക്ക സ്കൂളിൻ്റെ അത്യാവശ്യം ആണ് ഞങ്ങൾക്ക് ഈ രക്ഷകർത്താക്കൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ താമസിക്കുന്ന ബർക്ക മേഖല ഒമാനിൽ തന്നെ ഏറ്റവും വളർച്ച കൈവരിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. നിലവിൽ മബേല, മുലന്ദ, സീബ് സ്കൂളുകളെയാണ് പഠനത്തിനായി കുട്ടികൾ ആശ്രയിക്കുന്നത്. ബർക്കയിൽ സ്കൂൾ വന്നാൽ കുട്ടികളെ നാട്ടിൽ നിന്നും ഒമാനിലേക്ക് കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. രക്ഷിതാക്കളുടെ ആവശ്യം ഗൗരവപരമായി തന്നെ പരിഗണിക്കുന്നതായി BOD ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകി. മീഡിയ 1, മസ്കത്ത്. റാസൽ ഖൈമയിൽ ചെറുവിമാനം തകർന്ന് ഇന്ത്യൻ ഡോക്ടർ അടക്കം 2 പേർ മരിച്ചു. റാസൽ ഖൈമ ബീച്ചിലെ കോവ് റൊട്ടാന ഹോട്ടലിൽ നിന്ന് പറന്നുയർന്ന ഉടൻ വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. UAE-യിൽ ജനിച്ചു വളർന്ന സുലൈമാൻ അൽ മാജിദാണ് മരിച്ച ഇന്ത്യക്കാരൻ. നഗരക്കാഴ്ച കാണാൻ വാടകയ്ക്കെടുത്ത വിമാനമാണ് തകർന്നത്. പാകിസ്ഥാനി വനിതാ പൈലറ്റാണ് വിമാനം പറത്തിയിരുന്നത്. വ്യാഴാഴ്ചയുണ്ടായ അപകടം ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇന്നാണ് സ്ഥിരീകരിച്ചത്. അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സൗദിയിൽ റോഡ് അപകട മരണങ്ങൾ പകുതിയായി കുറയ്ക്കാൻ കഴിഞ്ഞതായി ട്രാഫിക് അതോറിറ്റി. പൊതുജനങ്ങൾക്കിടയിൽ നടത്തിയ അവബോധവും നിയന്ത്രണങ്ങളും അപകടം കുറയ്ക്കാൻ സഹായിച്ചു. അപകട മേഖലകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയത് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകരമായതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. സൗദിയിലെ റോഡപകട മരണനിരക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പകുതിയായി കുറക്കാൻ കഴിഞ്ഞതായി സൗദി ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ നിരന്തരമായി നടത്തിയ ബോധവൽക്കരണവും അത്യാധുനിക സംവിധാനങ്ങളോടെ റോഡുകളിൽ നിയന്ത്രണം ശക്തമാക്കിയതും അപകടങ്ങൾ കുറക്കുന്നതിനും അപകടങ്ങളുടെ തീവ്രത കുറക്കുന്നതിനും സഹായകരമായതായും അതോറിറ്റി വ്യക്തമാക്കി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ പ്രത്യേകം നിരീക്ഷിച്ച് ബ്ലാക്ക് സ്പോട്ടുകളായി അടയാളപ്പെടുത്തുകയും ശേഷം ഇവിടങ്ങളിലെ അപകട കാരണങ്ങൾ പഠിച്ച് വിദഗ്ധരുടെ സഹായത്തോടെ സാധ്യമായ മാറ്റം വരുത്തുന്ന രീതിയും അതോറിറ്റി പരീക്ഷിച്ചു വരികയാണ്.
ഇതും അപകടങ്ങൾ കുറക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഒപ്പം രാജ്യത്തെ ട്രാഫിക് മേഖലയെ ആഗോള സാങ്കേതിക മാറ്റങ്ങൾക്ക് അനുസൃതമായി പരിവർത്തിപ്പിക്കുകയും മൊബൈൽ സുരക്ഷാ പട്രോളിംഗുകൾ വർദ്ധിപ്പിക്കുകയും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്താനായതും നേട്ടങ്ങൾക്ക് കാരണമായി. അപകടം റിപ്പോർട്ട് ചെയ്ത് 10 മിനിറ്റിനകം സംഭവസ്ഥലത്ത് നേരിട്ടെത്താൻ ട്രാഫിക് വിഭാഗത്തിന് സാധിക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയതായും അതോറിറ്റി വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ബയോമെട്രിക് വിരലടയാളം ലഭിക്കാത്ത വീട്ടുജോലിക്കാർക്ക് 500 ദിനാർ പിഴ ഈടാക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രവാസികൾ ബയോമെട്രിക് വിരലടയാള നടപടിക്രമങ്ങൾ ഡിസംബർ 31 മുമ്പ് പൂർത്തിയാക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരുടെ ഔദ്യോഗിക ഇടപാടുകൾ താൽക്കാലികമായി നിർത്തിവെക്കും. കുവൈറ്റിൽ വിവിധയിടങ്ങളിൽ കസ്റ്റംസ് പരിശോധനയിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. 550 ഗ്രാം കഞ്ചാവ്, 37,000 ലിറിക്ക ക്യാപ്സ്യൂളുകൾ, 7.5 കിലോഗ്രാം ആഷിഷ് എന്നിവയാണ് പിടിച്ചെടുത്തത്. കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്ന് 1200 ട്രമാഡോൾ ഗുളികകളും 210 ഗ്രാം കഞ്ചാവും പിടികൂടി. ഷുബൈഖ് തുറമുഖത്ത് ഫർണിച്ചറുകളുടെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 1.8 ദശലക്ഷം ക്യാപ്റ്റഗൺ ഗുളികകളും പിടിച്ചെടുത്തു. പിടിയിലായവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ലഗേജുകൾ സൂക്ഷിക്കാനായി ലോക്കറുകൾ സ്ഥാപിച്ചു. ഉംറയ്ക്കെത്തുന്ന തീർത്ഥാടകർക്കാണ് സൗജന്യമായി സേവനം ലഭിക്കുക. നിലവിൽ 2 ലോക്കറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുതൽ ലോക്കറുകൾ ഒരുക്കാൻ പദ്ധതിയുള്ളതായി ഹറം കാര്യാലയം അറിയിച്ചു. തീർത്ഥാടകരുടെ സൗകര്യം പരിഗണിച്ചാണ് ലോക്കറുകൾ സ്ഥാപിച്ചത്. ഹറം പള്ളിയുടെ കിഴക്കുഭാഗത്തെ മുറ്റത്തെ ഹറം ലൈബ്രറിയുടെ സമീപത്തും ഹറം പള്ളിയുടെ 64-ാം വാതിലിനടുത്തുമാണ് ലോക്കറുകൾ ഒരുക്കിയിട്ടുള്ളത്. ഉംറയ്ക്കെത്തുന്ന തീർത്ഥാടകർക്കാണ് ഈ സൗകര്യം ലഭ്യമാവുക. നുസുക്ക് ആപ്പിൽ ഉംറ പെർമിഷൻ കാണിക്കുന്നവർക്ക് മാത്രമേ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ. സൗജന്യമായി 4 മണിക്കൂർ വരെ ലഗേജുകൾ സൂക്ഷിക്കാം എന്നതാണ് പ്രത്യേകത. 7 കിലോ വരെയുള്ള ബാഗുകൾ മാത്രമേ സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ. ഭക്ഷണമോ മരുന്നോ ബാഗുകളിൽ അനുവദിക്കുകയില്ല. നിലവിൽ 2 ലോക്കറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹറം പള്ളിയുടെ 4 ഭാഗത്തും വഴികളിലും കൂടുതൽ ലഗേജ് സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള പദ്ധതിയിലാണ് ഇരുഹറം കാര്യാലയം. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. പകർച്ചവ്യാധി രോഗങ്ങളുടെ ദേശീയ സർവേക്ക് ഒമാനിൽ ഇന്ന് തുടക്കമായി. 2 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുകയെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പകർച്ചവ്യാധി രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും രോഗപരിപാലനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് സർവേ ലക്ഷ്യം വയ്ക്കുന്നത്. 15 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും താമസക്കാർക്കും ഫീൽഡ് വർക്ക് ടീമുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വാഹനങ്ങൾക്ക് ഇഷ്ട നമ്പർ കിട്ടാൻ എത്ര പണം മുടക്കും? കീശ കാലിയായാലും വേണ്ടിയില്ല, ഫാൻസി നമ്പറിംഗ് പോരട്ടെ എന്ന് വിചാരിക്കും കയ്യിലുള്ള പണമുള്ള വാഹനപ്രേമികൾ. ദുബൈയിൽ നടന്ന എക്സ്ക്ലൂസീവ് നമ്പർ പ്ലേറ്റിനായുള്ള ലേലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. BB558821 BB100 BB11111 നിരത്തിലിറക്കിയാൽ ആളുകൾ കണ്ണെടുക്കാത്ത 90 പ്രീമിയം നമ്പർ പ്ലേറ്റുകളാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ലേലത്തിൽ വെച്ചിരുന്നത്. ലേലം വഴി അതോറിറ്റിയുടെ ഖജനാവിലെത്തിയത് 8.1 കോടി ദിർഹം. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനം. BB55 എന്ന നമ്പറിനായിരുന്നു ഡിമാൻഡ് കൂടുതൽ. ആളുകൾ മത്സരിച്ച് വിളിച്ചതോടെ നമ്പറിന്റെ വില അങ്ങ് കത്തിക്കയറി. ഒടുവിൽ വിളിച്ചുപോയത് 63 ലക്ഷം ദിർഹത്തിന്. നമ്പർ 8821 പിടിക്കാനും വാശിമൂത്ത ലേലം നടന്നു. അവസാനം നമ്പർ വിളിച്ചെടുത്തത് 61.6 ലക്ഷം ദിർഹത്തിന്. BB100 നമ്പറിനുമുണ്ടായി ആവശ്യക്കാരേറെ. വിളിച്ചുപോയത് 50 ലക്ഷം ദിർഹത്തിന്. BB11111 നമ്പർ വിറ്റുപോയത് 42.1 ലക്ഷം ദിർഹത്തിനാണ്. ശനിയാഴ്ച ഇന്റർ കോണ്ടിനെന്റൽ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഹോട്ടലിലായിരുന്നു ലേലം. എക്സ്ക്ലൂസീവ് വാഹന നമ്പർ പ്ലേറ്റുകൾക്കായുള്ള 117ാമത് ഓപ്പൺ ലേലമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. 25,000 ദിർഹത്തിന്റെ സെക്യൂരിറ്റി ചെക്ക് RTIയിൽ നിക്ഷേപിച്ചവർക്കാണ് ലേലത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. RTI വെബ്സൈറ്റ് വഴിയോ ഡ്രൈവ് ആപ്പ് വഴിയോ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മീഡിയ 1, ദുബായ്. സൗദിയിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിൽ മദ്യം വിളമ്പില്ലെന്ന് സൗദി അറേബ്യ ഫിഫയെ അറിയിച്ചു. പ്രാദേശിക നിയമങ്ങൾ മാറ്റാൻ സൗദിയിലെ നിർബന്ധിക്കില്ലെന്ന് ഫിഫയുടെ തലപ്പത്തുള്ളവരും അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മദ്യത്തിന് വിലക്കുള്ള രാജ്യമായ സൗദിയിൽ നയതന്ത്ര സോണുകളിൽ ഉപാധികളോടെ മാത്രമാണ് നിലവിൽ ഇവ അനുവദിക്കുന്നത്. 2034 സൗദി അറേബ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുക.
ലോകകപ്പുകളിൽ എത്തുന്നവർ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നത് മദ്യത്തിനും ലഹരിക്കുമായാണ്. ഇത് അനുവദിക്കില്ലെന്നാണ് സൗദി അറേബ്യ തുടക്കം മുതലേ ഫിഫയെ അറിയിച്ചത്. ഇതിൽ ഫിഫയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സൗദിയുടെ പ്രാദേശിക നിയമം അംഗീകരിക്കുമെന്ന് തലപ്പത്തുള്ളവർ പറയുന്നു. ഗാർഡിയൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഫിഫയെ ഉദ്ധരിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. സൗദിയിൽ നിലവിൽ ഒരു കട മാത്രമാണ് മദ്യത്തിനായുള്ളത്. അത് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മദ്യം നൽകാനായി ഉള്ളതാണ്. സൗദിയിലെ വിദേശ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും UN നിയമമനുസരിച്ച് മദ്യം ഡിപ്ലോമാറ്റിക് മേഖലയിൽ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. ഇത് ദുരുപയോഗം ചെയ്ത് സ്പിരിറ്റ് വ്യാപകമായി എത്തുന്നത് തടയാനാണ് നിശ്ചിത ക്വാട്ടകൾ റിയാദിലെ പ്രത്യേക കേന്ദ്രം വഴിയാക്കിയത്. ഇതൊഴികെ സൗദിയിൽ ഒരിടത്തും വൻകിട ഹോട്ടലുകളിൽ വരെ മദ്യം നൽകുന്നില്ല. ടൂറിസത്തിന് വേണ്ടിയും 1952 മുതൽ നിരോധനമുള്ള മദ്യം സൗദിയിൽ അനുവദിക്കില്ലെന്ന് നേരത്തെ ടൂറിസം മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. ഫിഫ സൗദിക്ക് ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2728 കോടി റിയാൽ സൗദി അരാംകോ ഫിഫക്ക് സ്പോൺസർഷിപ്പിലൂടെ നൽകുന്നുണ്ട്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലെ സ്ട്രീമിംഗ് കമ്പനിയായ ഡാസൻ 6831 കോടിയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സംപ്രേഷണത്തിനായി ഫിഫക്ക് നൽകിയത്. ഫിഫ പ്രസിഡന്റ് ഉൾപ്പെടെ സൗദിയിലെ മിക്ക പരിപാടികളിലും സന്ദർശകരാണ്. ഈ രൂപത്തിൽ വൻതോതിൽ സാമ്പത്തിക സഹായം സൗദി ഫിഫക്ക് നൽകുന്നുണ്ട്. ഇതിനാൽ തന്നെ സൗദിക്കൊപ്പം വിഷയത്തിൽ ഫിഫ നിൽക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഖത്തറിൽ നടക്കുന്ന ഫ്രഞ്ച് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ രണ്ടാംഘട്ട ടിക്കറ്റ് വിൽപ്പനയ്ക്ക് തുടക്കം. 30 റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ജനുവരി 5-ന് ലോകകപ്പ് ഫുട്ബോൾ വേദിയായ 974 സ്റ്റേഡിയത്തിലാണ് ഫ്രഞ്ച് ലീഗിലെ ചിരവൈരികൾ ഏറ്റുമുട്ടുന്നത്. രാത്രി 7:30-ക്കാണ് PSG AS മൊണാക്കോ മത്സരത്തിന്റെ കിക്ക് ഓഫ്. ഈ മാസം 23-ന് ലഭ്യമാക്കിയ ആദ്യഘട്ട ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാംഘട്ട ടിക്കറ്റ് വിൽപ്പന പ്രഖ്യാപിച്ചത്. റോഡ് ടു ഖത്തർ.QA എന്ന വെബ്സൈറ്റ് വഴി ആരാധകർക്ക് ഇപ്പോൾ ടിക്കറ്റ് സ്വന്തമാക്കാം. കാറ്റഗറി 1 ടിക്കറ്റിന് 80 റിയാലും കാറ്റഗറി 2-ന് 30 റിയാലുമാണ് നിരക്ക്. ഒരാൾക്ക് 10 ടിക്കറ്റ് വരെ സ്വന്തമാക്കാം. ഫ്രഞ്ച് ലീഗിലെയും ഫ്രഞ്ച് കപ്പിലെയും ജേതാക്കൾ തമ്മിലാണ് സൂപ്പർ കപ്പിൽ മത്സരിക്കുന്നത്. മാർക്കിനോസ്, ഒസ്മാൻ ഡംബരെ, അഷ്റഫ് ഹക്കിമി തുടങ്ങിയ സൂപ്പർ താരങ്ങളുമായാണ് PSG ഖത്തറിലെത്തുന്നത്. മീഡിയ 1, ദോഹ. കുവൈറ്റിൽ നടക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ മത്സരം മാറ്റിവെച്ചു. ജനുവരി 3-ന് വെള്ളിയാഴ്ച നടക്കാനിരുന്ന മത്സരമാണ് ജനുവരി 4-ലേക്ക് മാറ്റിയിരിക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാണ് മത്സരത്തിന്റെ തീയതി മാറാനുള്ള കാരണമെന്ന് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. സെമിഫൈനൽ മത്സരങ്ങൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തുമെന്ന് ഫെഡറേഷൻ കൂട്ടിച്ചേർത്തു. മറ്റു വാർത്തകളിലേക്ക്. വർഷാന്ത്യ ക്ലോസിംഗിനോടനുബന്ധിച്ച് ഖത്തറിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ജനുവരി 1-നും 2-നും അവധി പ്രഖ്യാപിച്ചു. ബുധൻ, വ്യാഴം ദിവസങ്ങളിലെ അവധിക്കൊപ്പം വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുക. 2008-ലെ മന്ത്രിസഭാ തീരുമാനത്തിന്റെ ചൂട് പിടിച്ചാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ കുവൈറ്റ് അനുശോചിച്ചു. മരണത്തിൽ അനുശോചിച്ച് കുവൈറ്റ് അമീർ, കിരീടാവകാശി, പ്രധാനമന്ത്രി എന്നിവർ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സന്ദേശമയച്ചു. കുടുംബത്തിനും ബന്ധുക്കൾക്കും ക്ഷമ നൽകുന്നതിന് പ്രാർത്ഥിച്ചു. സൗദിയിലെ യാൻബുവിൽ പെർഫ്യൂം കമ്പനികൾ പങ്കാളികളാകുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ എക്സിബിഷൻ ആരംഭിച്ചു. 70-ലധികം പ്രശസ്ത ബ്രാൻഡുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദർശനം റോയൽ കമ്മീഷൻ CEO എഞ്ചിനീയർ അബ്ദുൽ ഖാദി അൽജുഖാനി ഉദ്ഘാടനം ചെയ്തു. യാൻബു വാട്ടർ ഫ്രണ്ടിൽ ഒരുക്കിയിരിക്കുന്ന എക്സിബിഷനിൽ പെർഫ്യൂം വ്യവസായ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കും. അറേബ്യ, യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങളിലെ പരമ്പരാഗത രീതിയിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേറിട്ട അനുഭവമായിരിക്കും ഇവിടെ ലഭിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവും അതുല്യനായ ഭരണകർത്താവുമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ അധ്യക്ഷനായിരുന്നു. അനുശോചന യോഗത്തിൽ ജിദ്ദയിലെ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ രംഗത്തെ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ആസാദ് പോരൂർ, ഷെരീഫ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി.
കുവൈറ്റ് KMCC സംസ്ഥാന കമ്മിറ്റി നന്മ ഭവന പദ്ധതി പ്രഖ്യാപിച്ചു. ദജീജ് മെട്രോ ഹാളിൽ നടന്ന പരിപാടിയിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി അധ്യക്ഷനായി. പദ്ധതി പ്രഖ്യാപനം കുവൈറ്റ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് റൌഫ് മഷ്ഹൂർ തങ്ങൾ നിർവഹിച്ചു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസ പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. നിസാർ മയ്യള നന്മ ഭവന ഫണ്ടിലേക്കുള്ള ആദ്യ തുക കൈമാറി. KMCC സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ആശംസകൾ നേർന്നു. നവാസ് കുന്നുംകൈ, ഇസ്മായിൽ സൺഷൈൻ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. യൂത്ത് ഇന്ത്യ കുവൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സാൽമിയ ചാമ്പ്യന്മാർ. ഫവാനിയ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടീം കനാരി 2ാം സ്ഥാനം നേടി. ഇസ്ലാം, യുവത്വം, സേവനം എന്ന തലക്കെട്ടിൽ 40 ദിവസം നീളുന്ന ക്യാമ്പയിന്റെ ഭാഗമായ യൂത്ത് ഇന്ത്യ കുവൈറ്റ് കനാരി നിസാൽ യൂണിറ്റുകളാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഫർവാനിയ ഗ്രൗണ്ടിൽ നടന്ന മത്സരം യൂത്ത് ഇന്ത്യ കുവൈറ്റ് ജനറൽ സെക്രട്ടറി P. ഷബീബ് ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. മികച്ച ബാറ്റ്സ്മാനായി സലാമിയും മികച്ച ബൌളറായി ഫാസിലിനെയും തെരഞ്ഞെടുത്തു. യൂത്ത് ഇന്ത്യ കുവൈറ്റ് പ്രസിഡന്റ് സിജിൽ ഖാനും ജനറൽ സെക്രട്ടറി ഹഷീബും വിജയികൾക്കുള്ള ട്രോഫിയും മെഡലുകളും കൈമാറി. കുവൈറ്റിലെ ആരോഗ്യ മേഖലയിലെ പ്രമുഖരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് പ്രശസ്ത എഡ്യൂക്കേഷണൽ ഗ്രൂപ്പായ ഇന്ത്യൻ ഇംഗ്ലീഷ് അക്കാദമി സ്കൂൾ സ്റ്റാഫുകൾക്ക് മെട്രോയുടെ ഫാമിലി ക്ലബ് പ്രിവിലേജ് കാർഡ് കൈമാറി. വൈവിധ്യമാർന്ന ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങളും കഴിവുകളും പ്രിവിലേജ് കാർഡിലൂടെ ലഭ്യമാണ്. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ഹെഡ് ബഷീർ ബാത്ത, ഇന്ത്യൻ ഇംഗ്ലീഷ് അക്കാദമി സ്കൂൾ ഡയറക്ടർ ഫാദർ ഡെറിക് മിസ്ക്വിറ്റ, ജെയിംസ് ടെസ്കനോ, ഫാദർ ജോസ് ഫെർണാണ്ടസ് എന്നിവർക്ക് പ്രിവിലേജ് കാർഡ് കൈമാറി. IT അനുസ്മരണം സംഘടിപ്പിച്ച് ഒമാൻ സൊഹാർ ലിറ്റററി ഫോറം. പാം ഗാർഡൻ ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. സജീഷ് G. ശങ്കരൻ, ഡോക്ടർ ഗിരീഷ് നാവത്ത്, ഷബീർ മാസ്റ്റർ എന്നിവർ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. CK സുനിൽകുമാർ, ഡോക്ടർ റോയ് P. വീട്ടിൽ, മനോജ് കുമാർ, വാസുദേവൻ പിട്ടൻ, ജിമ്മി സാമുവൽ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ വർഷം തോറും നൽകി വരുന്ന എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ബഹ്റൈനിലും കേരളത്തിലും പഠിച്ച 34 വിദ്യാർത്ഥികളാണ് പുരസ്കാരത്തിന് അർഹരായത്. അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങ് ഹവാർ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സജിത സതീഷ് ഉദ്ഘാടനം ചെയ്തു. എട്ടാമത് സഹം ചാലഞ്ചേഴ്സ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫ്രണ്ട്സ് 11 ജേതാക്കളായി. ഒമാനിലെ സോഹാറിൽ 5 ഗ്രൗണ്ടുകളിലായി 20 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. നികേഷ് നിക്കി മാൻ ഓഫ് ദി സീരീസായി, മികച്ച ബൌളറായി അർഷുമാൻ ഖയ്യൂമും മികച്ച ബാറ്റ്സ്മാനായി ഉമൈർ അഹമ്മദും തെരഞ്ഞെടുക്കപ്പെട്ടു. 22 കാരറ്റ് ഗ്രാമിന് 7,130 രൂപ, പവന് 57,040 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 5,895 രൂപ, പവന് 47,160 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. മിഡിയ സ്റ്റാർ പൂർണ്ണമാവുന്നു. ഇനി ഗൾഫ് ലൈഫിൽ അജി കുഞ്ഞുമൻ ചേരും. നമസ്കാരം.